ഡോക്ടർ ജയശങ്കർ, ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അന്വേഷണം തുടരാമെന്ന് പറഞ്ഞിരിക്കെ സ്വാഭാവികമായിട്ടും ഇനി അടുത്ത നടപടികളിലേക്ക് കടക്കുകയാണ്. മുൻ മുഖ്യമന്ത്രിയുടെ മകൾ ചോദ്യം ചെയ്യലിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുമ്പിൽ ഹാജരാകേണ്ടി വരുന്ന സാഹചര്യമാണോ വരുന്നത്? തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയല്ല മുൻ മുഖ്യമന്ത്രിയുടെ മകളും അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട മറ്റാളുകളൊക്കെ വൈകാതെ എൻഫോഴ്സ്മെന്റിന്റെ നോട്ടീസ് കൈപ്പറ്റും. അവർ ചോദ്യം ചെയ്യലിന് വിധേയരാകാനായിട്ട് നിർബന്ധിതമാക്കി. അതിൽ യാതൊരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. ഇപ്പൊ നേരത്തെ തന്നെ നടക്കുമായിരുന്നു. അന്ന് ഹൈക്കോടതി സിംഗിൾ ജഡ്ജിയുടെ ഒരു സ്റ്റേ ഉത്തരവ് ഉണ്ടായിരുന്നുകൊണ്ടാണ് ഇത്തരം വൈകിയത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, മുൻ മുഖ്യമന്ത്രിയായി. എൻഫോഴ്സ്മെന്റിനെതിരായിട്ടുണ്ടായിരുന്ന ഇടക്കാല ഉത്തരവ് നീക്കി അവർക്ക് അന്വേഷണം തുടരാം എന്ന് സിംഗിൾ ജഡ്ജി പറഞ്ഞു. അതിനെതിരെ ഡിവിഷൻ ബെഞ്ചിന് കൊടുത്ത അപ്പീലും ഇപ്പോൾ തള്ളിയിരിക്കണം. അതില് അനുകൂലമായ ഉത്തരവൊന്നും കിട്ടുകയില്ല എന്നുള്ള അന്ന് തന്നെ വ്യക്തമായിരുന്നു. കാരണം ആ ദിവസം തന്നെ വാദം കേട്ടു, കോടതി വിധി പറയാനാണ് മാറ്റിയത്. നേരെ മറിച്ച് ഇവർക്ക് അനുകൂലമായ എന്തെങ്കിലും കിട്ടുമെന്ന അവസ്ഥയാണെങ്കിൽ ഇവർക്ക് അനുകൂലമായിട്ട് ഇടക്കാല ഉത്തരവ് കൊടുത്തിട്ട് പിന്നീട് വിശദമായിട്ട് വാദം കേൾക്കാൻ മാറ്റിവെക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്തില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇന്നെന്തായിരിക്കും വിധിയായിട്ട് വരുന്നതെന്ന് നമുക്കറിയാൻ പറ്റും. പക്ഷെ പലരും വിചാരിച്ച് താൽക്കാലികമായ ഒരു ആശ്വാസം കിട്ടിയിരുന്നു. ഒരാശ്വാസവും ഇല്ല. പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു വിധി തന്നെയാണ് വന്നിട്ടുള്ളത്. ഇതിനെതിരായിട്ട് സുപ്രീം കോടതിയിൽ പോവാം എന്നൊരു ചെറിയ ഓപ്ഷൻ മാത്രമേ CMRL മുന്നിലുള്ളൂ. ബാക്കിയുള്ളവർക്ക് അതുപോലും ഇല്ല. അപ്പൊ അങ്ങനെ ഒരു പരിണതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും വളരെ നന്ദി അഡ്വക്കേറ്റ് ജയശങ്കർ സംസാരിച്ചതിന്. വളരെ പ്രധാനപ്പെട്ട ഒരു ജങ്ക്ചറിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം എത്തുകയാണ്.